ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 33, പേജ് നമ്പർ 564. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വഃ സാമാസികസ്യ ച അഹമേവാക്ഷയഃ കാലോ ധാതാഹം വിശ്വതോ മുഖഃ. പദാനുപദം. അക്ഷരാണാം അക്ഷരങ്ങളിൽ, ലിപികളിൽ, അകാരഃ അകാരവും, സാമസികസ്യ സാമസികത്തിൻ്റെ, സമാസങ്ങളിൽ വെച്ച്, ദ്വന്ദ്വഃ ദ്വന്ദ്വസമാസവും, അസ്മി ഞാനാകുന്നു, അക്ഷയഃ അക്ഷയമായ, കാലഃ കാലം, അഹം ഏവ ഞാൻ തന്നെ, അഹം ഞാൻ, വിശ്വതോ മുഖഃ വിശ്വതോമുഖനായ, ധാതാ ധാതാവ്, ബ്രഹ്മാവ് ആകുന്നു. വിവർത്തനം. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വസമാസവുമാണ് ഞാൻ. അനവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. ഭാവാർത്ഥം. സംസ്കൃത അക്ഷരമാലയിൽ ഒന്നാമത്തെ അക്ഷരമാണ് അകാരം. വൈദിക സാഹിത്യം അതിൽ നിന്നാരംഭിക്കുന്നു. അകാരമുൾപ്പെടാത്ത ശബ്ദമില്ല. ശബ്ദത്തിൻ്റെ ഉദ്ഭവം അതിലാണെന്ന് പറയാം. ദ്വന്ദ്വസമാസങ്ങൾ പലതും സംസ്കൃതത്തിലുണ്ട്. ഉദാഹരണം, രാമകൃഷ്ണ എന്ന പദം. ഇതിൽ രാമ, കൃഷ്ണ എന്നീ പദങ്ങൾ ഏകീഭവിക്കുന്നത് കൊണ്ടാണ് ദ്വന്ദ്വസമാസമെന്ന പേർ പറയുന്നത്. എല്ലാ കൊലയാളികളിലും വച്ച് ഏറ്റവും പ്രാധാന്യം കാലത്തിനാണ്. കാരണം അത് എല്ലാത്തിനെയും ഹനിക്കുന്നു. കാലം കൃഷ്ണൻ്റെ പ്രതിപുരുഷനാണ്. കാലക്രമേണ അഗ്നിപ്രളയമുണ്ടാവുകയും എല്ലാം നശിപ്പിക്കപ്പെടുകയും ചെയ്യും. സ്രഷ്ടാക്കളായ ജീവാത്മാക്കളിൽ ചതുർമുഖനായ ബ്രഹ്മാവാണ് മുഖ്യൻ. തന്മൂലം അദ്ദേഹം പരമപുരുഷനായ കൃഷ്ണൻ്റെ ഒരു പ്രതിനിധിയാണ്. ഹരേ കൃഷ്ണ.